അങ്ങനെ ഞങ്ങളുടെ കുഞ്ചാളിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോ സെഷൻ. അടുത്ത മെയിൻ പരിപാടി ഫുഡ് അടി. കല്യാണ വീട്ടിൽ ഡബിൾ റോൾ കളിച്ച് നിൽക്കുന്ന ഈ ചേട്ടനാണ് ഞങ്ങളുടെ വലിയേട്ടൻ. ഒരേ സമയം പെൺകുട്ടിയുടെ വലിയേട്ടൻ റോളുണ്ട്, ഈ സദ്യയുടെ മെയിൻ റോളുണ്ട്. ചേട്ടൻ നടത്തുന്ന കാറ്ററിംഗ് സ്ഥാപനമാണ് ഇറ്റാമൻസ് കാറ്ററിങ്. എല്ലാവരുടെയും ഓടി എത്താനുള്ളത് കൊണ്ട് ചേട്ടൻ അധികം നേരം ഞങ്ങളോട് കത്തിവെക്കാൻ നിന്നില്ല. ചേട്ടൻ വേഗം പോയി. അനിയത്തി കുട്ടിയുടെ കല്യാണത്തിന് ചേട്ടൻ്റെ വകയായിട്ട് നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. ഞങ്ങളെല്ലാവരും സദ്യ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ അമ്മയെ പ്രതിനിധീകരിച്ച് 16 പേര് ഉണ്ടാകേണ്ട സ്ഥാനത്താണ് ആകെക്കൂടി 3 പേര്, ചേച്ചിയും ഞാനും മണിക്കുട്ടി. പ്രവാസികളായതിൻ്റെ പേരിൽ പോയ അവരുടെ കല്യാണ സദ്യനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സദ്യ കഴിച്ചത്. വീഡിയോ കാണുമ്പോൾ അപ്പോൾ വിഷമിക്കണ്ട, നിങ്ങൾക്കും കൂടിയുള്ള സദ്യ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായി വരാം. അങ്ങനെ ഞങ്ങളുടെ കുഞ്ചാളിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫോട്ടോ സെഷൻ. അടുത്ത മെയിൻ പരിപാടി ഫുഡ് അടി. കല്യാണ വീട്ടിൽ ഡബിൾ റോൾ കളിച്ച് നിൽക്കുന്ന ഈ ചേട്ടനാണ് ഞങ്ങളുടെ വലിയേട്ടൻ. ഒരേ സമയം പെൺകുട്ടിയുടെ വലിയേട്ടൻ റോളുണ്ട്, ഈ സദ്യയുടെ മെയിൻ റോളുണ്ട്. ചേട്ടൻ നടത്തുന്ന കാറ്ററിംഗ് സ്ഥാപനമാണ് ഇറ്റാമൻസ് കാറ്ററിങ്. എല്ലാവരുടെയും ഓടി എത്താനുള്ളത് കൊണ്ട് ചേട്ടൻ അധികം നേരം ഞങ്ങളോട് കത്തിവെക്കാൻ നിന്നില്ല. ചേട്ടൻ വേഗം പോയി. അനിയത്തി കുട്ടിയുടെ കല്യാണത്തിന് ചേട്ടൻ്റെ വകയായിട്ട് നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. ഞങ്ങളെല്ലാവരും സദ്യ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. എൻ്റെ അമ്മയെ പ്രതിനിധീകരിച്ച് 16 പേര് ഉണ്ടാകേണ്ട സ്ഥാനത്താണ് ആകെക്കൂടി 3 പേര്, ചേച്ചിയും ഞാനും മണിക്കുട്ടി. പ്രവാസികളായതിൻ്റെ പേരിൽ പോയ അവരുടെ കല്യാണ സദ്യനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ സദ്യ കഴിച്ചത്. വീഡിയോ കാണുമ്പോൾ അപ്പോൾ വിഷമിക്കണ്ട, നിങ്ങൾക്കും കൂടിയുള്ള സദ്യ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അത്രയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ അടുത്ത കഥയുമായി വരാം.